പ്രൈസ് ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ 10ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എപ്പിസോഡിൻ്റെ തന്നെ ബാക്കിയായിട്ട് ഈ തലകറക്കത്തെക്കുറിച്ച് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഡോക്ടർ രാജു കെ ബേബി, കൺസൾട്ടൻറ്റ് സർജനും അതുപോലെ ജനറൽ പ്രാക്ടീഷണറുമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. കൊട്ടാരക്കരയ്ക്കടുത്ത് തൃക്കണമംഗം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രയർ ക്ലിനിക്ക് എന്ന് പറഞ്ഞൊരു സ്ഥാപനം എനിക്കുണ്ട്. അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ടോ അല്ലാതെയോ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉചിതമായിട്ടുള്ള മറുപടി തരുന്നതാണ്. പിന്നീട് നിങ്ങൾ ഷെയർ ചെയ്യണം, ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണം, ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷേ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇന്നത്തെ പോരായ്മകൾ അത് വളരാതിരിക്കാനും അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് റെക്ടിഫൈ ചെയ്യാനും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഈ ഗിഡിനസ് അല്ലെങ്കിൽ തലകറക്കത്തിൻ്റെ ചെവി മുഖാന്തരമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് പോവുകയാണ്. നല്ല ചെവി വേദന തന്നെ തലകറക്കം ഉണ്ടാക്കും. എക്സ്റ്റേണൽ ഓട്ടൈറ്റിസ് എന്ന് പറയുന്ന അസുഖം, അതായത് ചെവിയിൽ നന്നായിട്ട് നെറുക്കെട്ട് വരിക, പഴുപ്പ് വരിക, ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവരുടെ വേദന കൊണ്ട് അവർക്ക് തലകറക്കം വരാം. പിന്നെ ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ അക്യൂട്ട് സാർപ്പൻഡൈറ്റിസ് അല്ലെങ്കിൽ യുസ്റ്റേഷൻ കറ്റാർ എന്ന് പറയുന്ന അസുഖവും കൊണ്ടും തലകറക്കം വരാം. ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ അല്ലെങ്കിൽ സെക്രട്ടറി ഓട്ടൈറ്റിസ് മീഡിയ എന്ന് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രോഗത്തിന് ഈ തലകറക്കത്തെ ഉണ്ടാക്കുവാനായിട്ട് കഴിയും. അതുപോലെ ഓട്ടൈറ്റിസ് മീഡിയ ചില സമയങ്ങളിലൊക്കെ തലകറക്കം ഉണ്ടാക്കാം. ഓട്ടോസ്ക്ലറോസിസ് സാധാരണഗതിയിൽ തലകറക്കമൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ വെസ്റ്റിബുലർ ന്യൂറോണൈറ്റിസ് എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് വൈറൽ ഇൻഫെക്ഷൻ ഓഫ് ദ വെസ്റ്റിബുലർ നെർവ്. വെസ്റ്റിബുലർ നെർവ് എന്ന് പറയുന്നത് നമ്മുടെ തലയിലേക്ക് പോകുന്ന വെസ്റ്റിബുലോ കോക്ലിയർ നെർവിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, വൈറൽ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തലകറക്കത്തിലേക്ക് നയിക്കാം. പിന്നെ മെനിയേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനകത്ത് 3 സിംറ്റംസ് ഉണ്ട്. ഒന്ന് സെൻസറി ന്യൂറൽ ഡെഫ്നെസ്, ചെവി കേൾവിക്കുറവ്, ടിന്നിറ്റസ്, ചെവിയിൽ ശബ്ദം കേൾക്കുക, അതുപോലെ വോമിറ്റിങ്. അതിനകത്തൊരു വലിയ ഫീച്ചറാണ് വോമിറ്റിങ്. ഈ മെനിയേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന അസുഖം വളരെ സാധാരണമല്ല, എങ്കിലും കണ്ടുവരുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു വശത്ത് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ചില സമയത്ത് മറ്റു വശത്തും വരാം. ഇങ്ങനെയുള്ള ചില അസുഖങ്ങളാണ് സാധാരണഗതിയിൽ തലകറക്കം വരുന്നത്. പിന്നെ അക്കോസ്റ്റിക് ന്യൂറോമ സാധാരണഗതിയിൽ ഒരു ബ്രെയിനിൽ വരുന്നൊരു ട്യൂമറാണ്. 8th നെർവിന് വരുന്നൊരു ട്യൂമറാണ്. ആ ട്യൂമർ സാധാരണഗതിയിൽ മെല്ലെ വളരും. പിന്നെ ഡെഫ്നെസ് ആണ് അതിൻ്റെ കാർഡിനുള്ള സിംറ്റം. പിന്നീട് അത് തലകറക്കമായിട്ട് വേണമെങ്കിൽ രൂപാന്തരപ്പെടാം. അപ്പോൾ ഞാൻ ENTയുടെ ചീഫ് കോഴ്സുകൾ പറഞ്ഞു, ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ വരാം. അപ്പോൾ ഇവിടെല്ലാം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു വലിയ ഭയപ്പെടുന്ന ഒരു രോഗമാണ് ഈ തലകറക്കം എന്ന് പറഞ്ഞാൽ എന്നിട്ട് മറന്നിട്ട് നമ്മളിൽ ഇത് മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൊണ്ട് നമ്മുടെ ഡോക്ടറുടെ സമീപനം കൊണ്ടും നമ്മുടെ സമീപനം കൊണ്ടും നമുക്ക് ഈ രോഗങ്ങളെ തരണം ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഈ സെക്രട്ടറി ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ഇയറിനകത്ത് കുറച്ച് ഫ്ലൂയിഡ് കയറുന്നതാണ്. മിഡിൽ ഇയറിനകത്ത് ചില ഫ്ലൂയിഡ് ഉണ്ട്. പക്ഷെ ആ ഫ്ലൂയിഡ് കുറച്ചുകൂടെ കൂടി വരുന്ന സമയത്ത് നമുക്ക് തലകറക്കം അനുഭവിക്കാനായിട്ട് പറ്റും. അതുപോലെ ഈ വെസ്റ്റിബുലർ ന്യൂറോണൈറ്റിസ് എന്ന് പറയുന്ന അസുഖം എന്ന് പറഞ്ഞാൽ ഒരു വൈറൽ ഇൻഫെക്ഷനാണ്.
അത് നമ്മുടെ വെസ്റ്റിബുലർ നെർവിനെ ബാധിച്ച് നമുക്ക് ശരിക്കും തലകറക്കം വരാം. അത് തുലം കുറവാണ്, നമ്മൾ കാണുന്നതൊക്കെ കുറവാണ്. പിന്നെ മറ്റൊരു അസുഖത്തെക്കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയി, ബിനൈൻ പൊസിഷണൽ പാരാസെക്സിമൽ വെട്ടികളോ അല്ലെങ്കിൽ BPPV. അത് ഏത് സമയത്താണ് വരുന്നത് നമുക്കറിയാനായിട്ട് പറ്റത്തില്ല. ഏതെങ്കിലും ഒരു സമയത്ത് വരും, പെട്ടെന്ന് നമ്മൾ പൊസിഷൻ അങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് വലിയ തലകറക്കം, നമ്മളെ തല കറങ്ങി കുഴയുന്നതായിട്ട് തോന്നും. ചിലപ്പോൾ വീഴാം, ചിലപ്പോൾ വീഴാം. ചില ആൾക്കാർ പറയുന്നേ എപ്പിലെപ്റ്റിക് ഫിറ്റ്സ്, അതായത് ജെന്നിയുടെ രോഗം തലകറക്കം കൊണ്ടുവരാം. പക്ഷെ അതൊരു എക്സാജറേഷൻ ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ജന്നി രോഗങ്ങളെ തിരിച്ചറിയുന്നതും അല്ലെങ്കിൽ സാധാരണ തലകറക്കം തിരിച്ചറിയുന്നതും ഓരോ കാര്യങ്ങൾ കൊണ്ടാണ്. ഈ ജന്യരോഗ സമയത്ത് ഇത് തലയിലെ ബോധം നശിക്കും. അവർക്ക് ചിലപ്പോൾ 30 സെക്കൻഡ് അല്ലെങ്കിൽ 60 സെക്കൻഡ് അവരുടെ തലയ്ക്ക് ബോധമില്ലാതാവും. എന്നാൽ സാധാരണ നമ്മൾ കാണുന്നതായിട്ടുള്ള ഈ തലകറക്കത്തിനൊന്നും ബോധം നഷ്ടപ്പെടത്തില്ല. പലപ്പോഴും ഇത് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പ്രയാസമാണ്. ഒരു EEG എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു CT സ്കാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ ഈ കാര്യങ്ങൾ പലപ്പോഴും കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പലപ്പോഴും ഫിറ്റ്സിനെ അണ്ടർ ഡയഗ്നോസ് ചെയ്ത് പോകാറുണ്ട്. അതായത് ജന്നി എന്ന സുഖത്ത് ചില സമയത്ത് തലകറക്കമായിട്ട് എടുത്തിട്ട് അതിന് തലകറക്കത്തിന് ചികിത്സിച്ചിട്ട് ഈ അസുഖം മാറാതെ ചില സമയം 6 മാസത്തിലൊരിക്കലായിരിക്കും, അല്ലെങ്കിൽ 7 മാസത്തിലൊരിക്കലായിരിക്കും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പേടിച്ചു പോകാതെ അത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അത് മനസ്സിലാക്കണം. അതാണ് എൻ്റെ വലിയൊരു കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെനിയേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന അസുഖം, ആ അസുഖത്തിനും ആവശ്യത്തിന് ചികിത്സ ആവശ്യമാണ്. ഒരു കാലത്ത് നമ്മൾ സ്റ്റില്ലറ്റ് ഗാംഗ്ലിയൻ ബ്ലോക്കൊക്കെ കൊടുത്തിരുന്നു. അതായത് ഇവിടെ ഇഞ്ചക്ഷൻ സൈലോഗൻ കൊടുത്ത് ആ രോഗത്തെ ശമിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനൊക്കെ നല്ല ചികിത്സകൾ ആവശ്യമാണ്. പിന്നെ എക്സസൈസ് എടുക്കുക. നമ്മുടെ ഈ രോഗമുള്ളപ്പോഴല്ല എക്സസൈസ് എടുക്കേണ്ടത്, രോഗമില്ലാത്തപ്പോഴാണ് എക്സസൈസ് എടുക്കേണ്ടത്. രോഗമുള്ളപ്പോൾ എക്സസൈസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ വീണ്ടും കൂടും. അതുകൊണ്ട് നമ്മൾ ഉള്ള സമയത്ത് എക്സസൈസ് എടുക്കാതെ രോഗമില്ലാത്ത സമയത്ത് ചില വെസ്റ്റിബുലർ എക്സസൈസസ് ഉണ്ട്. ആ എക്സസൈസിനെ കുറിച്ച് നിങ്ങളുടെ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് എന്താണെന്നുള്ളത് പറഞ്ഞു തരും. പിന്നെ തലകറക്കമുള്ള ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ BPക്കും കൊളസ്ട്രോളിനും തലകറക്കമായിട്ട് ചെറിയ ബന്ധം ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അങ്ങ് ചാടി എഴുന്നേക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അടുത്തൊരു ടേബിൾ വെച്ചേക്കുക. ആ ടേബിളിലൊന്ന് ചാരി പയ്യെ എഴുന്നേൽക്കുക. അതുപോലെ നിങ്ങൾ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴും എഴുന്നേറ്റിട്ട് കിടക്കുമ്പോഴും ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴും എഴുന്നേറ്റിട്ട് ഇരിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധാലുവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ വലിയ ഷേക്കിങ്, തല തന്നെ ഒന്ന് ഷേക്ക് ചെയ്യുന്ന പോലെ തോന്നും. ആ ഷേക്കിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഇത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു ശല്യമായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ കാണുക. നിങ്ങളുടെ പ്രത്യേക കമൻറ്റുകളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ കഴിയുന്നത്ര ഷെയർ ചെയ്യുക. ഈ റെക്കോർഡൊക്കെ ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഇഡിനസ് അല്ലെങ്കിൽ തലകറക്കം എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നിന്ന് അവസാനിക്കുകയാണ്. ഇനിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് താമസിയാതെ കാണാം. ഓക്കെ, ബൈ.